ഞാൻ തയ്ക്കാൻ പോകുന്ന അക്വാബയുടെ തുണി വെച്ച് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് തയ്ക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ഫസ്റ്റ് തയ്ക്കുന്നത്. ജീവിതത്തിൽ എല്ലാം ഒരു പരീക്ഷണമല്ലേ. ഓൾറെഡി ഞാൻ തയ്യൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയാൽ തന്നെ ഞാനെല്ലാം തയ്ക്കും. എൻ്റെ സ്വന്തം ചേച്ചിയും കസിൻ ചേച്ചിയൊക്കെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചാണ്. അവർക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഈ ബുക്ക് എനിക്കിപ്പോൾ ഉപകാരപ്പെടുന്നു. ഇത് അവരുടെ റെക്കോർഡാണ്. ആ റെക്കോർഡിൻ്റെ അകത്ത് അവർ വരച്ചൊട്ടിച്ചിട്ടുണ്ട്. കുറേ ടൈപ്പിലുള്ള കഴുത്തുകളും ഒരുപാട് ഡ്രസ്സുകൾ തയ്ക്കുന്നു, അതിൻ്റെ അളവുകളും എല്ലാം ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നെക്കുകളും സ്ലീവുകളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ബ്ലൗസിന് തയ്ക്കാൻ വേണ്ടി പറ്റിയ നെക്കും സ്ലീവും ഒക്കെ ജസ്റ്റ് ഒന്ന് ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്ലൗസ് സ്ലീവ്ലെസ് ആയിട്ട് തയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നതിൻ്റെ പാടൊന്നും ഇതുവരെ മാറിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാനതൊരു പഫ് സ്ലീവ്, ഇതാണ് ഞാൻ തയ്ക്കുന്ന നെക്ക്. ഈ നെക്കിൻ്റെ പേര് സ്വീറ്റ് ഹാർട്ട് നെക്ക്. എന്നെപ്പോലെ തന്നെ ഞാൻ തയ്ച്ച നെക്കെന്ന് തോന്നുന്നു, സ്വീറ്റ് ഹാർട്ടായി. ചില ടൈമിൽ ഞാൻ ഇരുന്ന് ആലോചിക്കും, നേഴ്സിങ്ങിൽ വരെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എവിടെയെങ്കിലും എത്തിയാണ്. ഈ റെക്കോർഡൊക്കെ നോക്കി ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ പേപ്പറിൽ ആദ്യമേ പാറ്റേൺ വരച്ച് വെച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുണിയിലേക്ക് അത് വെട്ടുന്നത്. ഈ നെക്കിൽ വെക്കുന്ന പേപ്പറിനൊരു പേര് പറയും, അത് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പേരറിയാൻ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ബ്ലൗസിനെ അപേക്ഷിച്ച് 3 പീസാണ് ഇനി വരുന്നത്. ഈ 3 പാർട്ടും കൂടി യോജിപ്പിക്കുന്നതിനാണ് പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ തന്നെ സ്വയം തയ്ച്ചിരുന്ന ഡ്രസ്സ് ഇടുന്ന അത്ര സന്തോഷം പുറത്തുനിന്ന് വാങ്ങിയ ഒരു ഡ്രസ്സ് ഇട്ടാലേ എനിക്ക് കിട്ടാറില്ല. ഈ ബ്ലൗസ് ആക്ച്വലി ഞാൻ ഓണത്തിന് മുന്നേ തയ്ച്ചൊരു ബ്ലൗസ്. കോളേജിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ ലീവിന് പോകുമ്പോൾ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് വരുന്ന ഡ്രസ്സൊക്കെ അല്ലേ ബാക്കിയുള്ളവർ നല്ലതിട്ടുകൊണ്ടിരിക്കും, നമ്മളതും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ബ്ലൗസ് സാരിയെല്ലാം സെറ്റാക്കിയിട്ട് പോകേണ്ട ഈ വട്ടം ഓണപ്പരിപാടി ഇല്ലായിരുന്നു. പിന്നെ ആ ഒരു വിഷമത്തിൽ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓണത്തിന് കൊടുത്തതാണിത്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ് തയ്യൽ. എനിക്ക് ഒരിക്കലും ഈ തയ്യൽ കൊണ്ട് ബോറടിക്കാറില്ല. ഞാൻ സ്വന്തമായിട്ട് തയ്ച്ചിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം കേൾക്കുന്നത് എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ്.